സിനിമയിൽ കയറണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ജയൻ നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എത്തുമെന്ന് വിചാരിച്ചതല്ല. സിനിമ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല, നേരത്തെ വിഷാരടി പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങളൊക്കെ ആ കാറ്റഗറിയിൽ തന്നെ ചിന്തിച്ച ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ആ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ പലരും ഉണ്ട്. ഇപ്പോൾ അതാ എൻ്റെ അമർ അക്ബർ തോണി എന്ന് പറയുന്ന സിനിമയുമായിട്ട് ചെന്നപ്പോൾ വിഷ്ണു വിപിനും സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി വന്ന ആൻ്റണി ചേട്ടൻ അവിടെ ഒരു ഉണ്ട്. താങ്ക് യു കേട്ടോ. ആൻ്റണി ചേട്ടൻ ഉണ്ട്. പിന്നെ ഈ സിനിമ പല താരങ്ങളോടും പല താരങ്ങളുടെ അടുത്തും കഥ പറഞ്ഞപ്പോൾ പലരും നിരസിച്ചു. അമർ അക്ബർ തോണിയുടെ കഥ പറഞ്ഞപ്പോൾ ചിലർ കേട്ടു, ചിലർ നിരസിച്ചു. അങ്ങനെ ആ സമയത്ത് ഇത് ഞാൻ ചെയ്യാം ഇക്ക എന്ന് ആദ്യം പറഞ്ഞ് ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കിക്ക നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ജയസൂര്യ വന്നതിന് ശേഷമാണ് അമർ അക്ബർ തോണി എന്ന് പറയുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ഒക്കെ വരുന്ന ആ ഒരു ടീമിലെ പ്രിയപ്പെട്ട നമ്മുടെ DOP സുജിത് വാസുദേവ്. അമർ അക്ബർ തോണിയിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാമറ. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഈ പടത്തിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അശോകൻ ചേട്ടൻ ഞങ്ങളുടെയൊക്കെ സീനിയറാണ്. പണ്ട് അശോകൻ ചേട്ടൻ്റെയൊക്കെ മിമിക്രി സ്റ്റേജിൽ ഫ്രണ്ടിൽ ഇതുപോലെ പോയിരുന്ന് ഇങ്ങനെ വായും പിടിച്ച് നോക്കിയെന്ന് കണ്ടിരിക്കുന്നു. ആ അന്നത്തെ ഫാൻ ബോയ് അശോകൻ ചേട്ടനെ വെച്ചിട്ട് ആക്ഷനും കട്ടും പറയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടി ദൈവം തന്നു. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇരിക്കുന്ന ഈ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നിൽക്കുന്നവരാണ് ഈ സിനിമയുടെ പിന്നിൽ. ഇവരുടെ തന്ന ഒരു ബലമാണ് ഈ സിനിമ. അല്ലാതെ ഒരിക്കലും ഇതൊരു നാദർഷ സിനിമ എന്ന് പറഞ്ഞിട്ട് ഫിലിം ബൈ നാദർഷ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെൻ്റെ മാത്രമല്ല, ഇതെല്ലാവരുടെയും കൂടി ഒരു സിനിമയാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ സിനിമ. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ മനസ്സുകളും ശരീരങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ വരാൻ പറ്റാത്ത ലൈറ്റ് ബോയ്സ് തൊട്ട് ആർട്ടിൽ പണിയെടുത്ത അല്ലെങ്കിൽ കാട്ടിലും മേട്ടിലേക്ക് ഓടി നടന്ന ഒരുപാട് പേര് ടെക്നീഷ്യൻസ്, അവർക്കെല്ലാം വേണ്ടി തന്നെയാണ് ഈ സിനിമ സമർപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച്, അതിന് എൻ്റെ പ്രിയപ്പെട്ട എപ്പോഴും എനിക്ക് ഏത് സമയത്തും വിളിക്കാം, ഏത് പാതിരാക്കും വിളിച്ചാൽ ആൻസർ ചെയ്യുന്ന എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്ന, ഞാൻ ജയനെ മിനിയാന്നാണ് വിളിക്കുന്നത്. ജയ ഇങ്ങനെ ഒരു പരിപാടി നീ ഇവിടെ ഉണ്ടോ, ഞാൻ വരയ്ക്കാം എന്ന് പറയാം. വേറെ ഒന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത്. എത്ര മണിക്കാണ് ഞാൻ വരാം.